സെയിം ഗ്രേഡ് 2 തസ്തികയുടെ ആൻസർ കീയാണ്. ഓക്കെ. എക്സാം ഡേറ്റ് 18 മെയ് 2026 ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബറൗട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻസ്: ഷാമാൽ, ബിർജിസ് ഖാദർ, നാനാ സാഹിബ്, ബഹദൂർ രണ്ടാമൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബറൗട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ഷമാൽ. ഉത്തരം ഓപ്ഷൻ എ ഷമാൽ ആയിരുന്നു. ഷമാൽ. ഓക്കെ. ഓപ്ഷൻ എ ഷമാലായിരുന്നു. നെക്സ്റ്റ് വൺ, പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഓപ്ഷൻ: ക്വിറ്റ് ഇന്ത്യ സമരം, നിയമലംഘന പ്രസ്ഥാനം, ക്രിപ്സ് മിഷൻ, ക്യാബിനറ്റ് മിഷൻ. പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ഓപ്ഷൻ സി ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ. പിൻ തീയതി വെച്ച ചെക്ക് ക്രിപ്സ് മിഷനാണ്. നെക്സ്റ്റ് വൺ, മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥം, അഭിനവ കേരളം, കേസരി, പ്രാചീന മലയാളം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥം. നെക്സ്റ്റ് വൺ, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുവാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? ഓപ്ഷൻസ്: മാപ്പിള ലഹള, ജാലിയൻവാല ബാഗ് ദുരന്തം, ഗാന്ധി ഇർവിൻ കരാർ, ചൗരി ചൗര. ഉത്തരം ഓപ്ഷൻ ഡി ചൗരി ചൗര. ചൗരി ചൗര. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുവാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്താണ്? ചൗരി ചൗര സംഭവം. നെക്സ്റ്റ് വൺ, 1897 അമരാവതിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻസ്: എ കെ ഗോപാലൻ, സർ സി ശങ്കരൻ നായർ, ഗാന്ധിജി, കെ പി കേശവമേനോൻ. ഉത്തരം ഓപ്ഷൻ ബി സർ സി ശങ്കരൻ നായർ. 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർ സി ശങ്കരൻ നായർ. നെക്സ്റ്റ് വൺ, 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണ്? ഓപ്ഷൻസ്: റൊണാൾഡോ, ഉസ്മാൻ ഡെംബലെ, ലയണൽ മെസ്സി, ഹാലൻഡ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉസ്മാൻ ഡെംബലെ. 2025 ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണ്? ഉസ്മാൻ ഡെംബലെ. ഉസ്മാൻ ഡെംബലെ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന: ന്യൂനമർദ്ദ മേഖലയിൽ നിന്നും ഉച്ചമർദ്ദ മേഖലയിലേക്ക് കാറ്റുകൾ വീശുന്നു. 2, ഉഷ്ണമേഖല ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. 3, ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി വടക്ക് 60 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. ശരിയായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. 2ഉം 3ഉം പ്രസ്താവന ശരിയാണ്. ഉഷ്ണമേഖല ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി വടക്ക് 60 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. ഓക്കെ. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദികളുടെ ശരിയായ പോഷക നദികൾ ഏതെല്ലാം? നദി: ചമ്പൽ, കൃഷ്ണ, ഗോദാവരി, കാവേരി. പോഷക നദി: ബനാറസ്, ഇന്ദ്രാവതി, കൊയ്ന, കബനി. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. ശരിയായത് 1ഉം 3ഉമാണ് ശരിയായ കൊടുത്തേക്കുന്നത്. ഒന്നാമത്തതും അതേപോലെ മൂന്നാമത്തതുമാണ് കൊടുത്തേക്കുക. നെക്സ്റ്റ് വൺ, ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ തീരാ ആവൃത്തി. തീരാ ആവൃത്തി. ഓക്കെ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന ഇതാണ്: ഉപദ്വീപീയ പീഠഭൂമിയുടെ ചരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കുറഞ്ഞു വരുന്നു. 2, ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്കൻ തുടർച്ചയാണ് ഷില്ലോങ് പീഠഭൂമി. 3, ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിർത്തി ഗിർ മലനിരകളാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഈ 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് 3 പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ് വൺ,
താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, വയനാട് ജില്ല രൂപീകൃതമായത് 1981 നവംബർ 1-നാണ്. രണ്ടാമത്തെ പ്രസ്താവന, വയനാട് ജില്ലയിൽ 3 താലൂക്കുകളുണ്ട്. മൂന്നാമത്തെ പ്രസ്താവന, 700 മീറ്റർ ഉയരത്തിൽ 2100 മീറ്റർ വരെയാണ് 700 മീറ്റർ മുതൽ 2100 മീറ്റർ വരെയാണ് വയനാട് പീഠഭൂമിയുടെ ഉയരമെന്ന് പറയുന്നത്. ഉത്തരം അവിടെ ഓപ്ഷൻ സി ആണ്. അതായത് 2ഉം 3ഉം പ്രസ്താവന ശരിയാണ്. ഓക്കെ. രണ്ടാമത്തതും മൂന്നാമത്തതും, വയനാട് ജില്ലയിൽ 3 താലൂക്കുകളുണ്ട്. 700 മീറ്റർ മുതൽ 2100 മീറ്റർ വരെ ആണ് വയനാട് പീഠഭൂമിയുടെ ഉയരം എന്ന് പറയുന്നതും. ഓക്കെ. നെക്സ്റ്റ് വൺ, 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അംഗൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ചിറ്റൂരാണ്. ഓപ്ഷൻ എ ചിറ്റൂരാണ്. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അംഗൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലമാണ് ചിറ്റൂർ എന്ന് പറയുന്നത്. ചിറ്റൂർ നിയോജക മണ്ഡലം. നെക്സ്റ്റ് വൺ, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. പൊതുമേഖലയും സ്വകാര്യ മേഖലയും. പൊതുമേഖലയും സ്വകാര്യ മേഖലയും. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാമാണ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, ജലസേചനം, രാസവള പ്രയോഗം. ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാം ശരിയായ ഘടകങ്ങളാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന സങ്കല്പം ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ റഷ്യയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ പഞ്ചവത്സര പദ്ധതികൾ റഷ്യയിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ജനസംഖ്യയുടെ 70% ആളുകളും ഏർപ്പെട്ടിരിക്കുന്ന മേഖല ഏതാണ്? ഓപ്ഷൻ എ പൊതുമേഖല, ഓപ്ഷൻ ബി പ്രാഥമിക മേഖല, ഓപ്ഷൻ സി ദ്വിതീയ മേഖല, ഓപ്ഷൻ ഡി തൃതീയ മേഖല. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രാഥമിക മേഖല. പ്രാഥമിക മേഖല. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ സാമ്പത്തിക വികസനത്തിൻ്റെ അളവുകോൽ ഏതാണ്? സാമ്പത്തിക വികസനത്തിൻ്റെ അളവുകോൽ ഏതാണ്? ഉത്തരം പ്രതിശീർഷ വരുമാനം. പ്രതിശീർഷ വരുമാനം. സാമ്പത്തിക വികസനത്തിൻ്റെ അളവുകോൽ ഏതാണ്? പ്രതിശീർഷ വരുമാനം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ കേന്ദ്ര ഗവൺമെൻറ് കളക്ട് ചെയ്യാത്ത നികുതി ഏതാണ്? ഓപ്ഷൻ എ വരുമാന നികുതി, ബി കസ്റ്റംസ് തീരുവ, സി എക്സൈസ് ഡ്യൂട്ടി, ഡി തൊഴിൽ നികുതി. കേന്ദ്ര ഗവൺമെൻറ് കളക്ട് ചെയ്യാത്ത നികുതിയാണ് ഉത്തരം ഓപ്ഷൻ ഡി തൊഴിൽ നികുതി. തൊഴിൽ നികുതി. നെക്സ്റ്റ് വൺ, ചോദനം അതിൻ്റെ പ്രധാനത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തര ഓപ്ഷൻ എ ജെ ബി സേ. ജെ ബി സേ. കാലക്രമത്തിൽ എടുക്കുക. ഇന്ത്യൻ രാഷ്ട്രപതിമാരുടെ കാലഗണനാ ക്രമം അനുസരിച്ച് അടുക്കിപ്പെറുക്കി എഴുതി വെക്കുക എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1 മിനിറ്റ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. രാജേന്ദ്ര പ്രസാദാണ് ഫസ്റ്റ് വരിക, ദെൻ സക്കീർ ഹുസൈൻ സെക്കൻഡ്, അടുത്തത് രണ്ടാമത്തത് ഉത്തരം പിന്നെ ഓപ്ഷൻ ബി ആണ്. രാജേന്ദ്ര പ്രസാദാണ് ഒന്നാമത്തെ ആൾ, ബി സർവേപ്പള്ളി രാധാകൃഷ്ണൻ രണ്ടാമത്തത്, ദെൻ 3 സക്കീർ ഹുസൈൻ, 4ാമത് വരുന്നതാണ് ഗിൽ. അല്ലേ? രാജേന്ദ്ര പ്രസാദ് ഫസ്റ്റാണെന്ന് നമുക്കറിയാൻ പറ്റും, അത് വെച്ച് ചെയ്യാം. പക്ഷെ 2 3 ഉണ്ടല്ലേ. ഓക്കെ, നെക്സ്റ്റ് ചോദിക്കാം. ചേരുംപടി ചേർക്കുക. അംഗത്തിൻ്റെ കാലാവധി 6 വർഷം. ധനകാര്യ ബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന സഭ രാജ്യസഭ, ലോക്സഭ എന്നിവയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അംഗത്തിൻ്റെ കാലാവധി 6 വർഷം. അതേതിനോട് വരുന്നു? അംഗത്തിൻ്റെ കാലാവധി 6 വർഷം ആർക്കാണ്? രാജ്യസഭയ്ക്കാണ് അംഗത്തിൻ്റെ കാലാവധി 6 വർഷമുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ധനകാര്യ ബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന എവിടെയാണ്? നമുക്കറിയാം, ലോക്സഭയാണ്. രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ്. ലോക്സഭ എന്ന് പറയുന്നതാണ് ഹൗസ്. അല്ലേ? ലോക്സഭ എന്ന് പറയുന്നത് ഹൗസ് ഓഫ് ദി പീപ്പിൾ. അംഗത്തിൻ്റെ കാലാവധി 6 വർഷം കാലാവധിയുള്ളത് ഇതാണ് രാജ്യസഭയ്ക്കും. ധനകാര്യ ബില്ല് അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്.
അതുപോലെ രാജ്യസഭ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ലോക്സഭ എന്ന് പറയുന്നത് ഹൗസ് ഓഫ് ദി പീപ്പിൾ, നമ്മൾ സെലക്ട് ചെയ്ത് വിടുന്ന ആൾക്കാർ, ഹൗസ് ഓഫ് ദി പീപ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഉത്തരം വകുപ്പ് 58. രാഷ്ട്രപതി 58, വകുപ്പ് 58. ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ സംവിധാനം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഭരണഘടന നിഷ്കരിക്കുന്ന വ്യവസ്ഥകളിൽ പെടാത്തത് ഏതൊക്കെയാണ്? ഉത്തരം ഇവിടെ ഓപ്ഷൻ സി ആണ് പെടാത്തത്. മൂന്നാമത്തത് മാത്രമാണ് വേണ്ടാത്ത വരുന്നില്ലേ? ഓക്കെ, മൂന്നാമത്തതാണ്, ഇതിനെ ഒഴിവാക്കി നോക്കണം. ഓക്കെ, ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ സംവിധാനം ഉറപ്പാക്കാനായി ഭരണഘടന നൽകിയിരിക്കുന്ന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? അപ്പോൾ ജഡ്ജിമാരെ നിയമിക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം. ജഡ്ജിമാർക്ക് മതിയായ പ്രതിഫലം നൽകണം. ജഡ്ജിമാരുടെ കാലാവധിക്ക് ഉറപ്പ് നൽകുകയും വേണം. ഓക്കെ, നെക്സ്റ്റ്. 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ഇവരാരുമല്ലെന്ന് ഇവിടുത്തെ ഉത്തരം വരുന്നത് കേട്ടോ. ഓപ്ഷൻസിൽ ദ്രൗപദി മുർമു, രാജ്നാഥ് സിംഗ്, ജനറൽ അനിൽ ചൗഹാൻ, ഇവരാരുമല്ലെന്നാണ്. നെക്സ്റ്റ് വൺ, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരമായി വരിക. ചേരുംപടി ചേർക്കുക, ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരിക. അതായത് നോക്കാം, 91ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? മന്ത്രിമാരുടെ എണ്ണം ലോക്സഭാംഗങ്ങളുടെ 50% കവിയാൻ പാടില്ല. 74ാം ഭരണഘടനാ ഭേദഗതി എന്തായിരുന്നു? നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ഭരണഘടനാവൽക്കരിച്ചു. ഓക്കെ, 86ാം ഭേദഗതി എന്താണ്? വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. 42 എന്താണ്? ലോക്സഭയുടെ കാലാവധി 6 വർഷമാക്കി. 42ാം ഭേദഗതി. ഓക്കെ അല്ലേ? 91 മന്ത്രിമാരെ പറ്റി പറയുന്നത്. 24 എന്താണ്? തദ്ദേശ നഗരത്തെക്കുറിച്ച് പറയുന്നതാണ്. 86 വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്. 42 ലോക്സഭ 6. 42ക്ക് പല പരിപാടികളുണ്ട് നമുക്കറിയാം. പക്ഷേ ഇത് ലോക്സഭയുടെ കാലാവധി 6 വർഷമാക്കിയതും ആര് തന്നെയാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നതിൽ ആരാണ്? ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? ഉത്തരം അജിത് ഡോവൽ. നെക്സ്റ്റ് വൺ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 പ്രസ്താവനകൾ ശരിയാണ്. ഭരണഘടനയുടെ 243K വകുപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഹൈക്കോടതി ജഡ്ജിക്ക് വേണ്ടി നിർവഹിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിലും രീതിയിലും അല്ലാതെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധിക്ക് മുൻപായി ആ പദവിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. ഓക്കെ അല്ലേ? ഉത്തരം 1, 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം മാത്രം ശരിയാണ്. കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി. അതേപോലെ തന്നെ സംസ്ഥാനത്ത് സാക്ഷരതയും തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനും വേണ്ടിയാണ് രൂപീകൃതമായത്. അതാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ നോക്കാം. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ശരി ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. കേരളത്തിൽ ഇതുവരെ 7 ധനകാര്യ കമ്മീഷനുകൾ നിലവിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ഉത്തരം ഇവിടെ ഓപ്ഷൻ സി ആണ്. തെറ്റായ പ്രസ്താവനകൾ 1ഉം 2ഉം എന്താണ്? തെറ്റായ പ്രസ്താവന. 1ഉം 2ഉം തെറ്റ പ്രസ്താവന അല്ലേ? അപ്പോൾ തണ്ണീർത്തടം എന്ന് പറയുമ്പോൾ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടർ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയെ പ്രവർത്തിക്കുന്നു. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടർ
അതോറിറ്റിയുടെ തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി പ്രവർത്തിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് വേർഡ്, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന് ബന്ധപ്പെട്ട പ്രസ്താവന. തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ് തെറ്റ്. 2, 3 തെറ്റ് പ്രസ്താവന. നെക്സ്റ്റ് വൺ, വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏതൊക്കെയാണ്? വയോജന സംരക്ഷണം എന്ന് പറയുമ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 3 ശരിയായിട്ടുള്ളത്. 1, 3 ശരി. ശരി നോക്കാം. വയോജനക്ഷേമത്തിനായി രാജ്യത്ത് ആദ്യമായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കേരള വയോജന കമ്മീഷൻ ബിൽ കേരള നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് സൗജന്യമായ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന ലക്ഷ്യത്തോടുകൂടി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആദ്യമായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണോ? വയോമിത്രം. ഗ്ലൂക്കോമീറ്റർ ഓർക്കുമ്പോൾ നമുക്ക് വയോമിത്രം ഓർമ്മ വരാറുണ്ട്. അപ്പോൾ 2 പോയിൻറ്റുകൾ ശരിയാണ്. 1ഉം 2ഉമാണ് ശരി. നെക്സ്റ്റ് ചോദ്യം, കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ശരിയെന്ന് പറയുമ്പോൾ അത് 1ാമത്തെ മാത്രമാണ് ശരിയുള്ളത്. ഓക്കെ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇരവികുളം. അറിയാവുന്നതാണ്. കോശം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം റോബർട്ട് ഹുക്ക്. പഴയ ഈച്ച എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡ്രോസോഫില മെലനോഗാസ്റ്റർ എന്ന സയൻറ്റിഫിക് നെയിമാണ്. പഴയ ഈച്ചയുടെ സയൻറ്റിഫിക് നെയിമാണ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ എന്നുള്ളത്. നെക്സ്റ്റ്, മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പീസ്. നേരത്തെ മുതൽ ഞാൻ പറയുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു സ്റ്റേപ്പീസ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പീസ്. എൻ്റെ കയ്യിലൊരു ചെറിയൊരു വീഡിയോ ഉണ്ട് ഈ ബയോളജിയുടെ ഒരു 5 ക്വസ്റ്റ്യനെ പറ്റി. ആ 5 ക്വസ്റ്റ്യൻസിൽ ഇതൊക്കെ പോയിട്ടുണ്ട്. ഈ സ്റ്റേപ്പീസിനെ കുറിച്ചും അസ്ഥികളെ കുറിച്ചും എല്ലാം. കാരണം പതിവായി ചോദിക്കുന്ന ചോദ്യങ്ങളടങ്ങിയൊരു ടോപ്പിക്കാണത്. അപ്പോൾ അതൊന്ന് കണ്ടാൽ മതി. ബയോളജിയുടെ എല്ലാ ഒരു 10 ക്വസ്റ്റ്യൻ ചോദിച്ചു, 10 ചോദിക്കില്ല, 5 ചോദിക്കുമ്പോൾ നമുക്ക് 4 കിട്ടുന്ന രീതിയിലാണത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പീസ്. നെക്സ്റ്റ്, ലോക ഡയബറ്റിസ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ നവംബർ 14. നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണുന്ന വിറ്റമിൻ ഏതാണ്? ഉത്തരം വിറ്റമിൻ സി. ഓപ്ഷൻ സി വൈറ്റമിൻ സി. നെക്സ്റ്റ് വൺ, ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം റെയ്ല ഒഡിങ്ങ. കെനിയനാണ്. റെയ്ല ഒഡിങ്ങ. ഓക്കെ, റെയെങ്കിലും ഓർത്തിരിക്കണം. ഒഡിങ്ങ. അടുത്ത ലോകകപ്പ് നടക്കാൻ പോകുന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 2026 നടക്കാൻ പോകുന്നു. നെക്സ്റ്റ് വരുന്നത്, ഒരു പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് ഏകദേശം 840 കിലോ ജൂൾ ആണ്. എത്ര കലോറിക്ക് തുല്യമായിരിക്കും? പഴമാണ്. ഗ്ലൂക്കോസിൻ്റെ 4.2 കിലോ കലോറി 1 അങ്ങനെ കാൽക്കുലേറ്റ് നമുക്ക് നോക്കാൻ പറ്റും. ഉത്തരം ഓപ്ഷൻ സി 200 കിലോ കലോറി. ഇനി 20 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിൻ്റെ പവർ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. -5D ആണ്. -5D. ചുവടെ കൊടുത്തിട്ടിരിക്കുന്ന പ്രസ്താവനയിൽ ശരി ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ശരിയെന്ന് പറയുമ്പോൾ 2ഉം 4 അത് ശരിയായ ഓപ്ഷൻസാണ്. 2ഉം 4ഉമാണ് ശരി ഓപ്ഷൻസ്. ഓക്കെ. നെക്സ്റ്റ്, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6 ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. നീളം 2.04 കിലോമീറ്റർ. ഇതിൽ ശരി പ്രസ്താവന ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണല്ലേ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, എല്ലാം ശരി. അപ്പോൾ ഓർക്ക് പാമ്പൻ പാലത്തെപ്പറ്റി ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാം. കറണ്ട് അഫെയർ വെച്ച് നമുക്ക് 25 ഏപ്രിൽ 6 എന്നുള്ളതും നരേന്ദ്രമോദിയാണ് ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം. പാമ്പൻ പാലം, പാമ്പ് നോർക്ക് വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം 2.07 കിലോമീറ്റർ ഓർത്ത് വെച്ചോളൂ. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യയാണ്. നെക്സ്റ്റ് ചോദ്യം, STP ഒരു മോൾ ഹൈഡ്രജൻ്റെ വ്യാപ്തം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 22.4 ലിറ്റർ. കപട സംക്രമണ മൂലകം ഏതായിരുന്നു? ഉത്തരം സിങ്കാണ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരായിരുന്നു? ഉത്തരം സിങ്കാണ്. ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? ഉത്തരം
മാർച്ച് 23 കാലാവസ്ഥ. നെക്സ്റ്റ്, ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി എന്നാണ്. ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി എന്നാണ്. ഉത്തരം 23 ഓഗസ്റ്റ് 2021 അല്ലേ. എപ്പോഴും ഓർക്കാൻ പറ്റിയൊരു പോയിൻ്റാണ്. ചന്ദ്രയാൻ 3 ഓർക്കുമ്പോൾ 23 ഓഗസ്റ്റ് 2021 പോയിൻ്റ് ഔട്ട് ചെയ്യുക. നെക്സ്റ്റ്, ചിന്നത്തമ്പി അണ്ണാവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട് പ്രശസ്തി നേടി? ഉത്തരം ചവിട്ട് നാടകം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? ഉത്തരം CK ലക്ഷ്മണൻ. നെക്സ്റ്റ് വൺ, അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് മലയാള നോവലിൽ ഉള്ളതാണ്? അപ്പുക്കിളി എന്ന കഥാപാത്രം എവിടെ ഉള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഖസാക്കിൻ്റെ ഇതിഹാസം. നെക്സ്റ്റ് വൺ, ശബരിമല ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി, പത്തനംതിട്ട. നെക്സ്റ്റ് വൺ, 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, തന്തപ്പേര്. തന്ത വൈബ് അല്ലേ, തന്തപ്പേര്. നെക്സ്റ്റ്, മച്ചാട്ടിളയത്ത് ഏത് സാഹിത്യശാഖയിൽ പ്രസിദ്ധി നേടിയിരിക്കുന്നു? മച്ചാട്ടിളയത് ഏത് സാഹിത്യശാഖയിലാണ് പ്രസിദ്ധി വന്നിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, തിരുവാതിരപ്പാട്ട്. ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ചേരമാൻ കൊടുങ്ങല്ലൂരാണ്. 1 KB = എത്രയാണ്? ഉത്തരം 1024 ആണ്. 1024 ബൈറ്റ്സ് ആണ്. താഴെ പറയുന്നവയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഏതാണ്? 60 ഓപ്ഷൻ സി ആണ്, മോസില്ല ഫയർഫോക്സ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ.